സ്കൂള് വലിയതോറ. എങ്ങനെയുണ്ട് പങ്കെടുത്തപ്പോ? കൊള്ളാം. ഈ സ്കൂളിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് പങ്കെടുത്തപ്പോ? കൊള്ളാം കൊള്ളാം തോന്നുന്നു. ഒരു ഉറപ്പ് വന്നിട്ടില്ല. യെസ്. ഗുഡ്ഷപ്പേട്ട് സ്കൂളാണ്. യെസ്. അവിടെ എങ്ങനെ ഫുട്ബോൾ ഇല്ല ഇപ്പൊ? ആ, വെക്കേഷൻ ഇല്ല. അപ്പൊ എങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും? എങ്ങനെയുണ്ട് കളിച്ചപ്പോ തോന്നുന്നു? ആ, കോച്ചിങ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ, എത്ര പഠിക്കുന്നത്? ആ, എങ്ങനെയുണ്ട് ഇപ്പോ കോച്ചിങ് ഒക്കെ? കൊള്ളാം. ഈ സ്കൂളിൽ തന്നെ. എങ്ങനെയാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് അതോ നേരത്തെ ചെയ്യാറുണ്ടോ കളി? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ടതിന് കാരണം വെക്കേഷനാണ്, ഒന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ അടിച്ചേൽപ്പിച്ച് വിട്ടത് കാരണം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? നമ്മളൊരു കളിക്കാൻ ഈ പറഞ്ഞതുപോലെ വേൾഡ് കപ്പിലേക്ക് ഒരു മാറ്റിവെക്കാനുള്ള ഒരു കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുകയാണ് 34. അപ്പോൾ ആ സമയം ആകുമ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് മാറ്റിവെക്കാൻ പ്രാപ്തി എത്തോ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശ്രമിക്കാം. യെസ്, ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് കുട്ടികളുടെ അഭിപ്രായം. അവരെല്ലാവരും ആവേശത്തോടു കൂടിയാണ് എന്തായാലും ജേഴ്സി അണിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ജേഴ്സി. ഇതാണ് ഇപ്പോൾ ഇവർക്ക് കൊടുത്തത്. ഇതിലായിരിക്കും ഇനി ഇവർ കളിക്കുന്നത്. എന്നിട്ട് പേര്? റയാൻ, ആദിത്യൻ, ആസിഫ്. നമ്മുടെ കരാട്ടെ സ്റ്റുഡൻറ്റും കൂടെയാണ്. ഓക്കെ. എങ്ങനെ കരാട്ടെ ഇനിയിപ്പോൾ കരാട്ടെ മാറ്റി വെച്ചിട്ട് ഫുട്ബോളിലേക്കായിരിക്കും? ശരി, ഓക്കെ. നീ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഫുട്ബോൾ കോച്ചിങ്? എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളിയാണ്. യെസ്, ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് രാവിലെ ഉറങ്ങേണ്ടിട്ടൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? അതാ അടിച്ചേൽപ്പിച്ചിട്ട് അത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ. യെസ്, ഓക്കെ. എന്തായാലും വളരെ ആവശ്യത്തോടുകൂടാണ് ഇത് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. റിയാസ് സാറ് തന്നെ ഇവിടെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വരുന്ന തലമുറ പ്രത്യേകിച്ച് ഇപ്പോൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും അവരവരുടെ കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ സ്വന്തം നാടിനെയൊക്കെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ പരിസര പ്രദേശത്ത് തന്നെ ഡ്രഗ്സ് മാഫിയകൾ വർദ്ധിക്കുമ്പോൾ അവരെയൊക്കെ പിടികൂടുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയാണ് പിടിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ മാറ്റിവെക്കാൻ ഈ പറഞ്ഞ ആരോഗ്യക്ഷമത കൈവരിക്കാൻ കുട്ടികളെ ഇതേപോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ മാറ്റിയാൽ മാത്രമേ അവർ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പാരൻസും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം. നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അധികാരികളെ അറിയിക്കുക. അങ്ങനെ ഒരു ലഹരിമുക്തമായ ഒരു രാജ്യമാക്കി, ഒരു നാടാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ നാമെല്ലാവരും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും സാധിക്കും. എന്നാലും ഇവിടെ ഈ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക അഭിനന്ദനം മലാജന്ത ന്യൂസ് വഴി അറിയിക്കുകയാണ്. എന്നാൽ നല്ലൊരു ആരോഗ്യമുള്ള തലമുറ വാർത്ത് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ.